ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം എടുത്താട്ട്. എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ വേഗം വായിച്ച് ബ്രദറെ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാലിൽ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. മതി. കർത്താവേ, സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉള്ളുണ്ടോ? അതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന നമ്മൾ പാസ്റ്റർ സാം ജോർജിൽ നിന്ന് കേൾക്കുകയുണ്ടായി. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഏതിൻ്റെ ഒടുവിൽ ശക്തിപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്? മോളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒടുവിൽ. മോളിൽ പറഞ്ഞിരിക്കുന്നത് 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലൂസാണ് വാസ്തവത്തിൽ ഡോക്ട്രിൻ മുഴുവൻ എഴുതിയത്. പൗലൂസാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ സഭയെ പണിയും. പക്ഷെ എവിടെ പണിയുമെന്നോ ആര് പണിയുമെന്നോ ആരതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നോ ഒന്ന് നമുക്ക് പിടികിട്ടിയത് മുഴുവൻ പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ കൂടിയാണ്. പൗലൂസ് എഴുതിയ 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഉൾപ്പെടെ താൻ എഴുതിയാണെങ്കിൽ 14 ലേഖനങ്ങൾ അതേ പൗലൂസ് എഴുതിയതാണ്. അതാണ് ഡോക്ട്രിനാണ്. എന്നാൽ പൗലൂസിൻ്റെ ഏത് ഡോക്ട്രിനിലും അതിൻ്റെ വശമായൊരു ബിഹേവിയർ ആൻഡ് ബിലീഫാണ് ആദ്യം എഴുതുന്നതിന്. ഡോക്ട്രിൻ എഴുതും, പിന്നെ ബിഹേവിയറാണ്. എപ്പോഴും ഏത് തൻ്റെ ലേഖനങ്ങൾ എടുത്താലും അതിൻ്റെ പകുതി നമ്മളോടുള്ള എക്സോട്ടേഷനാണ്, അതായത് നമ്മളുടെ പ്രബോധനമാണ്. അപ്പോൾ പൗലൂസിനെ പോലെ ഒരു വലിയ മിഷണറി സഭകൾ പൗലൂസ് 33-ൽ പരം സഭകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഒരു കണക്ക്. അന്ന് രാജാക്കന്മാരുടെ മുമ്പിൽ കൊട്ടാരത്തിൽ കൈസറുടെ അരമനയിൽ പോയി സുവിശേഷം അറിയിച്ച അവിടം വരെ എത്തിച്ച ആളാണ് പൗലൂസ്. പൗലൂസ് ക്രിസ്തീയ വിരോധിയായിരുന്നു. താൻ കർത്താവിനെ അപ്പോസ്തലന്മാർക്ക് വിരോധമായി പ്രവർത്തിച്ച കാലത്താണ് താൻ ദമസ്കോസിൽ വെച്ച് കർത്താവ് തന്നെ പിടിച്ചതും രക്ഷിക്കപ്പെട്ടതുമെല്ലാം. എന്നാൽ പൗലൂസിൻ്റെ സംശയം തീർന്നില്ല. ന്യായപ്രമാണം ശരിയാണെങ്കിൽ ക്രിസ്തു തെറ്റാണ്, ക്രിസ്തു ശരിയാണെങ്കിൽ ന്യായപ്രമാണം തെറ്റാണ്. അതാണ് ഇൻ ബിറ്റ്വീനായൊരു ഇത് വന്നത് തനിക്ക്. അതിന് പരിഹാരമായിട്ടാണ് പൗലൂസ് അറേബ്യ മരുഭൂമിയിൽ പോയത്. 3 വർഷക്കാലം അവിടെ ചെലവഴിച്ചതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് ആണ് ലേഖനങ്ങൾ. അപ്പം നമ്മൾ കൂടുതൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറേ കൂടെ ക്രിസ്ത്യൻ സ്പിരിറ്റ് നമുക്ക് വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഏറിയ വർഷങ്ങൾ പലതരത്തിൽ വചനം പഠിച്ചെങ്കിലും ഈ ഡോക്ട്രിനൽ എഫിസൽസിൽ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ക്രിസ്ത്യൻ പവർ വ്യാപരിക്കുന്നത് അതിലാണെന്ന് എനിക്ക് തോന്നി. അതങ്ങനെ തന്നെയുമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പൗലൂസ് 3 അധ്യായങ്ങൾ പൗലൂസ് ഉപദേശം പറഞ്ഞ ശേഷം 4, 5, 6 അധ്യായങ്ങൾ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് പറയുകയാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീനെന്ന് പറയുമ്പോൾ പൗലൂസ് നമ്മളെ കൊണ്ടുപോകുന്നത് ആദ്യമേ ഒരു വയലിലാണ്. ഫലം കായ്ക്കണം. അതിന് അടുത്ത കഴിവ് കൊണ്ടുപോകുന്നത് ഒരു മാർക്കറ്റിലാണ്. ബുദ്ധിയോടെ ജ്ഞാനത്തോടെ പെരുമാറണം. പിന്നെ ഒരു വലിയ ബാങ്കറ്റ്, ഒരു വലിയ വിരുന്നുശാലയിലേക്കാണ് 4-ാം അധ്യായത്തിൽ കൊണ്ടുപോകണേ. അങ്ങനെ വന്ന ശേഷവും ഫാമിലിക്കകത്ത് കയറി ഭാര്യമാരെ കല്യാണത്തിന് വേണ്ടി എഴുതിയതല്ല ഈ ഭാര്യമാരെ എന്ന് വിളിച്ചെഴുതിയത്.
കല്യാണത്തിന് വായിക്കാൻ എന്തെങ്കിലും വേണമെന്നും കണ്ടല്ല. കുടുംബത്തിൽ കൂടെ കയറി ഇറങ്ങിയപ്പോൾ, എല്ലാ വിഷയങ്ങളിലും കയറി ഇറങ്ങിയപ്പോൾ ഫാമിലിയിൽ കൂടെ കയറി വന്നു. അവിടെയാണ് പിശാച് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെ ഓരോന്ന്. പിശാചിന് ഇടം കൊടുക്കരുത്, അതാണ് അതിൻ്റെ വിഷയം. നമ്മൾ പറയുമ്പോൾ നമുക്കൊരു എതിരാളിയുണ്ട്, വി ഹാവ് എൻ അഡ്വേഴ്സറി. അത് നമ്മൾ മനസ്സിലാക്കാതെ യുദ്ധക്കളത്തിൽ ഇറങ്ങരുത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വയലിൽ കൂടെ കയറി, അത് വന്ന് ഫാമിലി കയറി, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, യജമാനന്മാരെ, ദാസന്മാരെ എന്ന് വിളിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞ ശേഷമാണ് ഒടുവിൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു പടക്കളത്തിലാണ്, ഫൈറ്റിംഗ് ആണ്. സി വി ആർ, സഭ എന്ന് പറയുന്നത് ഒരു കളിക്കളമല്ല, യുദ്ധക്കളമാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചെന്നും പറഞ്ഞൊരു പുള്ളിയുണ്ട്, പക്ഷെ നമ്മൾ മിണ്ടിയല്ല, പേടിയുണ്ടാണോ എന്ന് എനിക്കറിയാൻ മേല. പിശാചിൻ്റെ കാര്യമൊന്നും ആരും പറയുകയില്ല. നമുക്കൊരു എതിരാളി ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഈ സഭയ്ക്കെതിരായി വരുന്ന നാശങ്ങളുടെ എല്ലാം അടിസ്ഥാനം അവൻ തന്നെയാണ്. സഭയിൽ പിളർപ്പുണ്ടാകുന്നതും സഭയിൽ കൂട്ടത്തല്ലുണ്ടാകുന്നതും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, അതെല്ലാം ഇതാ കാരണം. ഈ പിശാച് കയറി തുഴയും. അതൊന്നും ഇവനറിയാൻ മേല ഇതിനെ തടഞ്ഞു നിർത്താൻ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനൊക്കും? പിന്നെ കുമ്മനാട്ടോട്ട് വരും, അത് ഇതുമായിട്ട്, ഈ നോട്ടീസുമായിട്ട്. അതുകൊണ്ടൊന്നും കാര്യം തിരിയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങൾ, ദ സ്ട്രാറ്റജി ഓഫ് ദ ഡെവിൾ. മീൻ അറിയാവോ? ചൂണ്ടയ്ക്കകത്ത്, ഇറച്ചിക്കകത്ത് ചൂണ്ടയുണ്ടെന്ന് അറിയോ? ഇല്ല, അറിഞ്ഞിരുന്ന ഞാൻ ഒത്തുകയില്ല. പുള്ളി ഇത് കാണുന്ന വെട്ടും. അപ്പൊ പിശാച് കൊണ്ട് ഇടുന്ന തന്ത്രങ്ങൾ ഇതാണ്. പാതാള ഗോപുരങ്ങൾ ഇതിനെതിരായിട്ട് വരും. എന്താ പറഞ്ഞ? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ബിൽഡിംഗ് ആൻഡ് ബാറ്റിലിംഗ് ബോത്ത്. അതായത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്റിലും ഉണ്ട്. അതാ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, ബിൽഡിംഗ് ആൻഡ് ബാറ്റിൽ. അപ്പൊ ബാറ്റിൽ അറിയാതെ നമ്മൾ പോകരുത്. അപ്പൊ ഇവിടെ യുദ്ധക്കളത്തിൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ആർമിയിൽ നമ്മളെ ചേർക്കുകയാണെങ്കിൽ ചപ്പാത്തി തിന്നുകൊണ്ട് വീട്ടിലോട്ട് രൂപ അയക്കാനല്ല, ആണോ? അല്ല, മാസം തോറും 500 രൂപ വീട്ടിലോട്ട്. പിന്നെ ചപ്പാത്തിയും ചെന്ന് വീറ്റിയും പരേഡും കഴിഞ്ഞ് കിടക്കാനല്ല. ഇവിടെ ബോർഡറിലേക്ക് മാർച്ച് ചെയ്യണം, കയറി പിടിക്കണം. അതിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ വിളിച്ചിരിക്കുന്നത് ഫൈറ്റിനാണ്. സാത്താന്യ ശക്തികളും അന്ധകാരത്തിൻ്റെ ശക്തികളുമായിട്ടുള്ള പോരാട്ടമാണ് ക്രിസ്തീയ സഭയെന്ന് മനസ്സിലായില്ല എങ്കിൽ അതറിയാൻ പാടില്ല. മനസ്സിലാക്കണം, അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമായി, ഈ സാത്താന്യ പോരാട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വടക്കൻ തിരുവിതാംകൂറിൽ 114 ലോക്കൽ സഭകൾ ഇന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 10-30 കൊല്ലം മുമ്പ് 6 സഭ, മാസയോധന 6 കാർഡ് എഴുതിയാൽ മതി. ഇന്ന് 114 കാർഡ് എഴുതണം. പക്ഷേ അത് പിന്നെ തിരിച്ചിപ്പോൾ നേര്യമംഗലവും വാളകവും പെരുമ്പാവൂരും ഒക്കെ ആയി. എന്നാൽ എല്ലാ പട്ടണങ്ങളിലും ഇത് വന്നു. ഇവിടെ വന്നപ്പോൾ ഖബറിൻ്റെ അറ്റാക്ക്, അവിടുത്തെ അറ്റാക്ക്, ഇവിടുത്തെ അറ്റാക്കൊക്കെ എനിക്കറിയാം ഇത് വരുമെന്ന്. എന്നാൽ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് നടക്കരുത്. നിനക്കെതിരെ യുദ്ധമുണ്ട്. ആ തന്ത്രങ്ങൾ നീ അറിയണം, അതിൻ്റെ സ്ട്രാറ്റജി അറിയണം, അല്ലെ നീ വീട് പോവും. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറയില്ലല്ലോ അവർ കുടിച്ചത്. എങ്കിലും ഒറ്റൊരുത്തൻ ചെരിപ്പെട്ടില്ല. നമ്മൾ കർത്താവിൻ്റെ കൃപയാലാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ പോരുത്, അപകടം ഉണ്ടാവും. ഈ പല കാരണങ്ങൾ, ഈ ഇന്ന് നിസ്സാരമായ കാര്യങ്ങളാണ്. പെന്തക്കോസ്ത് കുടുംബങ്ങളിലുണ്ടാകുന്ന അറ്റാക്കുകളെ ഞാൻ പ്രത്യേകം എടുത്ത് പഠിക്കാറുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ നോക്കാറുണ്ട്. എന്താ ഇവൻ അങ്ങനെ വന്നത്, എന്തുകൊണ്ടിങ്ങനെ വന്നു? നമ്മൾ കണ്ണടയ്ക്കരുത്. ഈ കൊല്ലം 11 പാസ്റ്റർമാർ ബൈക്ക് അപകടത്തിൽ മരിച്ചു കേരളത്തിൽ. അതങ്ങനെയാ? അങ്ങനെയൊന്നും അല്ല. അച്ഛന്മാരനായാകാഞ്ഞ്
ഞാൻ പറഞ്ഞ അതിൻ്റെ കാരണം എന്തുവായിട്ട് ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. 11 പാസ്റ്റർമാരാണ് ഈ കൊല്ലം അപകടത്തിൽ മരിച്ചത്, എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് പോരാട്ടം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? പൗലോസല്ലേ പറഞ്ഞത്. അഥേനയിലെ പട്ടണത്തിൽ അർത്തിമോസ് മഹാദേവിയുടെ ക്ഷേത്രത്തിനെതിരെ വെല്ലുവിളിച്ചയാളാണ് പൗലോസ്. എന്തുമാത്രം കഷ്ടങ്ങൾ അവിടെ ഉണ്ടായി ഇല്ലയോ? അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ കുടുംബങ്ങളിലാണ് ആദ്യം അറ്റാക്ക് വരുന്നത്. ഭാര്യയെ, ഭർത്താവെ, പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ നമ്മുടെ ഈ മൊബൈൽ സിസ്റ്റം, യൂട്യൂബ്, വാട്സപ്പ്, അപ്പടി വാട്ടാ നമ്മളെ മുഴുവൻ ഇന്ന് വാട്സാ. ഈ വാട്ട് വന്ന് എല്ലാം തീരുക. കാരണം നമ്മളിവിടെ കേൾക്കുന്ന പ്രസംഗം എല്ലാം ഒഴുക്കിക്കളയാൻ ഇതിനകത്ത് സാമാനമുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് ഒഴുക്കിക്കളയാനുള്ള സൂത്രം ഇവൻ പോയി രാത്രി 1:30 മണി വരെ കിടന്നുകൊണ്ട് കാണുന്നത് എന്നതാ. പിന്നെ ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നത് എന്തിനാണെന്ന് ഞാൻ ഓർക്കും. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ആ ഡിസ്ട്രിക്റ്റിലാണ്. സാത്താന്യ സേവക്കാർ എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഷുവർ? ആ. എന്തിനാ വന്നേ? അവര് രാത്രിയിൽ ഒരു കുരിശുണ്ടാക്കി മലിന രക്തം അതിന്മേൽ ഒഴിച്ച് പുരുഷനും സ്ത്രീയും നഗ്നരായി നിന്നുകൊണ്ട് നൃത്തം ചെയ്ത് ഇതിനോട് തുപ്പും. ഇതാണ് സാത്താന്യ സേവ. അവരുടെ ഒരു പ്രത്യേക അടയാളം ഈ പനങ്കോല പോലെ തലമുടി നീട്ടും. അപ്പം അതാണ് അവരുടെ ഒരു ലക്ഷ്യം, ഒരു അടയാളം. അത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇത് വന്ന് പെന്തിക്കോസ് സഭയ്ക്കകത്തും കയറി. ആ പനങ്കോല, ഈ മഷ്റൂം കയറി. കഴിഞ്ഞ ദിവസം ഒരുത്തം പാടാൻ വന്നു, കിണുക്കാൻ വന്നിരിക്കുക. കർത്താവിന് വേണ്ടി പാടാനായിട്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അവൻ അറിഞ്ഞിട്ടല്ല, സാത്താന്യ വ്യാപാരം. മനസ്സിലായോ? ഇതൊക്കെ വെറും സാത്താന്യം. അവൻ അറിഞ്ഞു കാണുകയില്ല, പക്ഷേ ദാറ്റ് ഈസ് ദ പ്രാക്ടീസ്. എറണാകുളത്തിൽ നിന്ന് അത് പടർന്ന് സഭകളിലേക്ക് വരിക. അപ്പം പനങ്കോല പോലെയോ തലയും മുടിയായിട്ട്, എന്നിട്ട് പാട്ട് കച്ചേരിക്കകത്ത് ഇവിടെ വന്ന് കയറും കേട്ടോ. ഒരൊറ്റ എണ്ണത്തിനെ സഭയെ കയറ്റരുത്, ഒരൊറ്റ ഒരുത്തിനെ സഭയെ കയറ്റരുത്. അതിന്റെ കാരണം പൈശാചിക വ്യാപാര ശക്തി സഭയിലേക്ക് കടത്താൻ കൊണ്ടിരുന്ന ഏജൻസാ. ഇത് സത്യം ഞാൻ പറയാം. അതുകൊണ്ട് നമ്മൾ കർത്താവ് കൃപയാലെല്ലാം കാക്കും, ശരിയാ. പക്ഷെ നീ വചനത്തിൻ്റെ അകത്തല്ലെങ്കിൽ ദൈവം നിന്ന് തെറ്റിക്കളി. കാരണം ഈ സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായത്. സാത്താന്യ വ്യാപാരങ്ങൾ സഭയ്ക്കെതിരെ ഉണ്ടാവും, അറ്റാക്കുകൾ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമായി അതുണ്ടാകാതിരിക്കുകയില്ല. അപ്പം മക്കളെ ചൊവ്വ വളർത്തുന്ന കാര്യത്തിലായി ഈ പൗലോസ് പറഞ്ഞത്, ഭാര്യമാരെ ഭർത്താക്കന്മാരുമായിട്ടൊക്കെ യോജിച്ചു പോകണം കേട്ടോ എന്നെല്ലാം പറഞ്ഞതിന് കാരണം, മക്കളെ ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ലെഗിൻസ് അതൊരു അടിവസ്ത്രമാണ്. ലെഗിൻസ് നമ്മൾ അണ്ടർ പാൻറ് ധരിക്കുന്ന പോലെയുള്ള ആ ലെഗിൻസ് അത് അടിവസ്ത്രമാണ്. അത് ശരിയായ വസ്ത്രമല്ല, അതിന് മേൽവസ്ത്രം ധരിക്കണം ഇല്ലേ? പിന്നെ നീ ബൈക്കേ കയറി ചെത്തുക, ആ പോട്ടെ, ഇവിടം വരെ ഷർട്ടുണ്ടെ കുറ്റിയാൽ ഇവിടം വരെ കീറിയിരിക്കുക, എന്നിട്ട് പെമ്മക്കളെ ഇറക്കി വിടുകയാണ്. കഴിഞ്ഞ ദിവസം ഇതൊക്കെ നമ്മുടെ സഭയെ പറയാതെ എങ്ങനെ ഒക്കും? ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു കല്യാണം നടത്തി. ഞാൻ നടത്തിയ കല്യാണം 6 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ അപ്പൻ എൻ്റെ ഇരിക്കാമെന്ന് പറഞ്ഞു. വെച്ചാൽ അതേ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? അവക്കേ എന്നതാ, അവക്ക് വേറെ ആരാണ്ടുണ്ടായിരുന്നെന്ന്. ഡിവോഴ്സായി. ഞാൻ നടത്തിയ കല്യാണം പറഞ്ഞു. അപ്പം ഇത്തിരി പണികൾ ഇന്ന് സഭയ്ക്കകത്ത് കയറി വരുന്ന അറിയാതെ എൻ്റെ ഒരു കൂട്ടുകാരൻ
ഒരു പാസ്റ്ററുടെ 15 വയസ്സായി പിള്ളേർക്ക് റോയൽ എൻഫീൽഡ് വണ്ടി മേടിച്ചു കൊടുത്തു. രണ്ടും കൂടെ വണ്ടിക്കടിച്ച് ചത്തു. വലിയ ആവശ്യമുണ്ടോ? പിന്നെ എന്നാ പാസ്റ്ററെ വണ്ടി കണ്ടാ? നമ്മളൊക്കെ ദാരിദ്ര്യത്തിൽ ജനിച്ചവരാ. ഇതൊരു വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഇവൻ ആകാശത്തിൽ കയറുക, ചെറുക്കൻ ചെത്തി നടക്കണം. എടാ വണ്ടിക്കടി പോവും, നീ അത് ചെയ്യരുത്. മക്കളെ അനുസരണത്തിൽ വളർത്തണം. സഭായോഗത്തിൽ മര്യാദയ്ക്ക് വന്നില്ല, ഇറങ്ങി പോകോളാൻ പറ. പ്രൈസ് ദി ലോർഡ്. സഭയെ ചതിക്കരുത്, സഭയെ ചതിക്കരുത്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇത് വിശുദ്ധന്മാരുടെ സംഘമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങ് വളർത്തി വിട്ടേക്കുക. പിള്ളേരല്ലേ നീ, അങ്ങനെ പിള്ളേരെ വളർത്തണം ശരിയായിട്ട്. മുള്ള നിർത്തിയെ വളർത്തണം. നമ്മൾ വിശ്വാസികളാണ്, വേർപെട്ട ദൈവജനമാണെന്ന് ലോകം അറിയണം. ആരംഭകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നോ? എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചിട്ട് പെന്തിക്കോസ് വളർന്നില്ലേ? ഇവിടെ കഷ്ടങ്ങളല്ല കാരണം, വിശുദ്ധി വേണം. ആവശ്യമില്ലാതെ ഓരോ ഫാഷനുമായിട്ട് സഭ വരിക, എന്നിട്ട് സഭയ്ക്കകത്ത് പാസ്റ്റർക്ക് പറയാവോ അത് മേല പറഞ്ഞാൽ പ്രയാസം, പറഞ്ഞില്ലേ പ്രയാസം. സഭാ ശുശ്രൂഷയ്ക്ക് വലിയ തടസ്സം ഉണ്ടാക്കുക. ഇതാ വന്നിരിക്കുന്ന കുഴപ്പം. ഒരു പക്ഷേ അവിടുത്തെ പ്രമാണിയായിരിക്കും, പുള്ളിയോട് പറയാവോ? ഏത് പ്രമാണിയാണേലും സഭയ്ക്കെതിരെ വന്നാൽ അത് കുഴപ്പമാണ്. ശരി, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അതെങ്ങനെയാ? അതിനാ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അന്യഭാഷ, ഇന്ന് അന്യഭാഷ സംസാരിക്കുന്നവർ എത്ര പേര് സഭയിലുണ്ടെന്ന് എനിക്കറിയാൻ മേല. ഒരാൾ പറഞ്ഞ് ഞാൻ ബ്രദറൻ സഭയിൽ കൂടെ കടന്നുപോയി ഒറ്റ പെന്തിക്കോസുകാരനെ കണ്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ പെന്തിക്കോസ് സഭയിൽ കൂടെ പോയി മിക്കാലും ബ്രദറുകാരായിരുന്നു പറഞ്ഞു. ഒരുത്തൻ അന്യഭാഷ പറയല്ല, അങ്ങനെ പറയേയില്ല. അത് കിടക്കട്ടെ. അത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? പിതാവായ പുത്രന്റെ കൃപയും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ, ഇന്ന് ഭൂമിയിലെ വികാരി ആരാ? പരിശുദ്ധാത്മാവാ. സ്വർഗത്തിലേക്ക് വികാരി ക്രിസ്തുവാണ്. ആ കൃപാസനത്തിങ്കൽ ചെല്ലണേൽ ത്രൂ ദ പ്രോപ്പർ ചാനൽ നിനക്ക് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മയുണ്ടോ? അതാ വിഷയം. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ബ്രദറുകാരനാണ്. ബ്രദറിലെ ഏറ്റവും വലിയൊരു പ്രാസംഗികനാണ്. മരിച്ചുപോയി, ഞങ്ങൾ അടുത്തായിരുന്നതുകൊണ്ട് പരിചയമുണ്ട്. അതേ ഒരു കഥ പറഞ്ഞു. തിരുവട്ടാറിലൊരു അയാളുടെ നാട്ടിൽ ഒരു ഉത്സവമുണ്ട്. 2 കാവ് അവിടെ, 2 കാവ്. 2 കാവിന് ഒരു ദിവസം ഉത്സവമാണ്. ഒരിടത്ത് രാമായണം വായനയാണ്, ഒരിടത്ത് വെളിച്ചപ്പാടം തുള്ളും. അപ്പോൾ ബ്രദറുകാർ ഈ രാമായണം വായിക്കുന്ന കാവുകാരും വെളിച്ചപ്പാടം തുള്ളുന്ന പെന്തിക്കോസുകാരും വന്ന് അയാൾ പറഞ്ഞു, കളിയാക്കാൻ പറഞ്ഞ. പക്ഷേ അതിനകത്തൊരു സത്യമുണ്ട്. വെറും രാമായണം വായിച്ചുകൊണ്ടിരിക്കരുത്, വെളിച്ചപ്പാടം കൂടെ തുള്ളണം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ നടക്കുക മക്കളെ. നീ സഭായി സുരയെ കൊണ്ടുപോകാൻ നിന്റെ നടുവോടിയേ ഉള്ളൂ, ഒരിക്കലും നേരെ വരികയില്ല. ഇത് ചുരുഴി പ്രസംഗിച്ച് നീ കുഴയേ ഉള്ളൂ. ആ ഏൽപ്പിക്കേണ്ടവനെ ഹയർ പവറിനെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്കൂട്ടറിൽ 50 കിലോ കൊണ്ടുപോകാം, ഒരു സ്കൂട്ടറിൽ 50 കിലോ സാധനം കൊണ്ടുപോകാം. എന്നാൽ 100 കിലോ വേണേൽ നമ്മളൊരു ചെറിയ ഓട്ടോറിക്ഷ വിളിക്കും. അപ്പം 1000 കിലോ വേണേൽ ഒരു ട്രക്ക് വിളിക്കും. അങ്ങനെയാണല്ലോ നമുക്ക് കാണുന്നത്. അല്ലെ 2000 ഉണ്ടെങ്കിൽ ഒരു ടോറസ് വിളിക്കും. 10,000 ടണ്ണുണ്ടല്ലോ കപ്പൽ വിളിക്കും. ഹയർ പവറിൽ വരുമ്പോൾ ലോഡ് കൂടുതലല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ ലോഡ് കൂടി വരുമ്പോൾ ഹയർ പവറിനെ ഏൽപ്പിക്കണം. നീയൊന്നും അറിയണ്ട, അവൻ പിന്നെ അവിടെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പാസ്റ്റർ PM ഫിലിപ്പ് കോട്ടയത്തെ ശുശ്രൂഷിക്കുന്ന കാലത്ത് നിന്നെയൊക്കെ ഞങ്ങൾ തട്ടിക്കളയടാന്ന് പറഞ്ഞ് രാത്രി വന്ന് കല്ലെറിഞ്ഞു കേട്ടോ.
കല്ലെറിഞ്ഞ് ഓടെല്ലാം പൊട്ടിച്ചു. 2 പ്രാവശ്യം ചെയ്തു. സാറ് കയറി ഓരോ ഓടും മാറിയിടും. എൻ്റെ ദൈവമേ, ഇത് എത്ര നാളെ ഒക്കും? കാരണം അതിനുള്ള കാശില്ല. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇത് അവസാനം ഇത് നിർത്തണേ. 3-ാമത്തെ ദിവസം കല്ലെറിയാൻ വന്നോ മൂർക്കം പാമ്പ് കടിച്ചു. അന്ന് പണി തീർന്നു. എടാ, മൂർക്കം പാമ്പിനെ വരുത്തുന്ന ആളുകൂടി ഉണ്ടെന്ന്. നീ പെന്തിക്കോസുകാരോട് കളിക്കരുത്, പ്രാർത്ഥിക്കുന്നവരോട് കളിക്കരുത്. മനസ്സിലായിക്കോണം, ഇത് വെറും ശക്തിയില്ലാത്ത പരിപാടിയല്ല. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും, ഇല്ലേ, അവന്റെ അമിത ബലം എന്ന് പറഞ്ഞാൽ ലോകത്തെ സൃഷ്ടിച്ച ശക്തി നിനക്ക് അവൈലബിളാ. ഒടുവിൽ ആ ശക്തിയിൽ ആശ്രയിപ്പീൻ. ബ്രദറെ, ഒന്നുകൂടി ഒന്ന് വായിച്ച ഭാഗം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന്. അപ്പൊ പൗലൂസല്ലേ പറഞ്ഞത് പിശാചിന്റെ തന്ത്രങ്ങൾ സഭയ്ക്കെതിരെ ഉണ്ടെന്ന്? നിനക്കെന്നെ വിരോധിക്കാൻ മേലാത്ത? നമ്മളങ്ങ് വളരെ അങ്ങ് ഇതായിരിക്കുക അല്ല. ആത്മീയ പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്. സത്യമായി ആത്മീയ പോരാട്ടം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ ജയം നമുക്ക് വരുള്ളൂ. വായിച്ചേ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ ആംഡായിരിക്കണം നീ. കംപ്ലീറ്റ് സർവായുധവർഗം. നിന്നെ ദൈവം സർവായുധവർഗം ധരിപ്പിച്ച ഇവിടെ നിർത്തുന്നേ. ഒരു വിശ്വാസി ഈ സർവായുധവർഗം ധരിച്ചില്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു പോകും. നീ അതിന്റെ വെളിയിൽ, ആ റേഞ്ചിന് വെളിയിൽ നിൽക്കാൻ പാടില്ല, അതിനകത്ത് തന്നെ നിന്നോണം. വായിച്ചേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. തോമാച്ചനോടും അവറാച്ചനോടും അല്ല നമ്മുടെ വഴക്കുള്ളത്. വാഴ്ചകളോടും അധികാരങ്ങളോടും. ഡൊമിനിയൻ പവർ ഉണ്ട്. ദേശത്തിന്റെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. കോതമംഗലം പട്ടണത്തിൽ എൽദോസ് ബാവായുടെ ഖബറാണ്. 700 കൊല്ലം മുമ്പ് ബാവ അവിടെ വന്ന് ഖബറടങ്ങിയതാ. ഞാൻ യാക്കോബക്കാരനായിരുന്നു, അതൊക്കെ ശരിയാ. ബാവായുടെ ഖബറിന്റെ നേരെ താഴെ ഇതുപോലെയാണ് നമ്മുടെ IPCയുടെ ഹോള്. അവിടെ പ്രശ്നം തീരുകയില്ല. പ്രശ്നം തീരാതെ വന്നു എപ്പോഴും ഓരോരോ കാര്യങ്ങൾ പറയും. അങ്ങനെ വന്ന് കബറിക്കൂടി ഒന്ന് നടക്കാനായിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചു. ബാവായിക്കുന്നു കിടക്കണമല്ലോ. ബാവായുടെ ഖബറിന് ചുറ്റും ഞങ്ങൾ കൈയുയർത്തി പ്രാർത്ഥിച്ച് ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഇവിടെ ഒന്ന് കിടന്നോണമെന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല. നിനക്ക് മനസ്സിലായി, ഈ വാഴ്ചകളും അധികാരങ്ങളും നമുക്കെതിരെ പോരാടും. ശബരിമല ശക്തിയില്ലെന്നൊന്നും നമ്മൾ പറഞ്ഞ് കർണിക്കണ്ട. അവരുടെ വിശ്വാസപ്രകാരം അതുണ്ടായിരിക്കും. പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിൽ അത് നമ്മളെ ബാധിക്കുകയല്ലേ ഉള്ളൂ. വി ആർ നോട്ട് കണ്ടമിങ് അതർ പീപ്പിൾസ് ഫെയ്ത്ത്. പക്ഷേ വാഴ്ചകളുണ്ട്, ഡൊമിനിയനുണ്ട്, പവറുണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അതാണ് നമ്മുടെ സഭകളിൽ ഇന്ന് വളരാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നതാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ഇൻ ദ ഹെവൻലി, സ്വർഗങ്ങളിലാണ് ഫൈറ്റ്. നീ ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ വൻ ശക്തികളുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഹെവൻലീസാണ് ഫൈറ്റ് നടക്കുന്നത്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് നിൽപ്പാനും കഴിയേണ്ടതിന്. അപ്പോഴേ ഈ വാഴ്ചകളും അധികാരങ്ങളും നീ ഇവിടെ ചർച്ച വെക്കാൻ ആരംഭിക്കുമ്പോഴേ തുടങ്ങും. ഗവൺമെന്റ് ലെവലില്, അല്ലാത്ത ലെവലില് എന്ന് വേണ്ട. ഓരോ പോരാട്ടം വരുമ്പോഴും നീ പിണങ്ങരുത്. അത് ആളുകളല്ലേ, സഹോദരന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരല്ല, അന്ധകാര ശക്തികൾ അവരെ തകർക്കുന്നതാണ്. അവരെ ബ്ലോക്ക് ചെയ്യണം. വായിച്ചേ. ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും മതി. പൗലൂസ് തടവിൽ കിടന്നപ്പോൾ ഒരു റോമ പടയാളിയെ കണ്ടുകൊണ്ട് എഴുതിയതാണെന്ന് കമന്റേറിയൻസ് പറയുന്നു. റോമ പടയുടെ ഡ്രസ്സ് കണ്ടു. അതിൽ റോമ പടയാളിയുടെ ബെൽറ്റിൽ എഴുതിയിട്ടുണ്ട്, സത്യമായും ഞാൻ കൈസറുടെ പടയാളിയാണ്. ട്രൂലി ആൻഡ് സിൻസിയർലി ഐ ആം ദ സോൾജിയർ ഓഫ് സീസർ. സത്യം അരയ്ക്ക് കേട്ടണം. അറിഞ്ഞോ അറിയാതെ നീ സൂത്രമൊക്കെ കാണിച്ചാലും പിന്നെ അതെല്ലാം കുഴപ്പമാണ്. ഇവിടെ സത്യമില്ലെങ്കിൽ സാത്താന് നീ ഇടം കൊടുക്കും കേട്ടോ. നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്.
ദൈവത്തിന് സ്തോത്രം. അപ്പം സത്യമായും ഞാൻ കൈസറുടെ പടയാളിയാണ്. അടുത്തത് നീതി എന്ന കവചം ധരിച്ചും. ബ്രസ്റ്റ് ആൻഡ് തൈ. 2 സ്ഥലം പറഞ്ഞിരിക്കുന്നു, ഒന്ന് മാർവ്, ഒന്ന് അര. ഇത് കെയർഫുള്ളായിരിക്കണം. 2 അർത്ഥം അതിനകത്തുണ്ട്. മനുഷ്യനെ വികാരങ്ങളിൽ ചാടിക്കുന്നതും മറ്റ് തെറ്റുകളിൽ ചാടിക്കുന്നതും അരഭാഗവും ബ്രസ്റ്റുമാണ്. അത് അതിനകത്തൊരർത്ഥമാണ്. സത്യം അരക്ക് കെട്ടിയിരിക്കണം. ഇന്നത്തെ ഈ ടെലിവിഷനിൽ ഇതെല്ലാം കാണിക്കുന്നത് ലൈംഗികമായ കാര്യങ്ങളാണ് കൂടുതലും. അത് ബിസിനസ്സുകാർ കാണിക്കുന്നത്. മനുഷ്യനെ കിറുക്കാക്കുക. ചെറുപ്പക്കാരായ ആൾക്കാർ അതിൻ്റെ പുറകെ പോകുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ പലരോടും ചോദിക്കും, നീ ഇത് കണ്ടോ? 4 പേരുള്ളിടത്ത് 5 ഫോണാണ്, മൊബൈല്. അപ്പന് രഹസ്യ ഫോണ്, അമ്മയ്ക്ക് രഹസ്യ ഫോണുണ്ടോ എന്ന് അറിയാൻ മേല. ഇപ്പം നമ്മൾ കല്യാണത്തിന് ചോദിക്കും, നിൻ്റെ അടുത്ത് നിൽക്കുന്ന തോമസ് കുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമായി ന്യായമായ എന്തെങ്കിലും കാരണങ്ങൾ നിനക്ക് പറയാനുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പം ചോദിച്ചാലും മൊബൈൽ കാണാതെ പറയാനൊക്കെയില്ല. കാരണം ഇതൊക്കെ ഇവർ പറയാം അങ്ങനെ, പക്ഷെ ഇതുകൂടി ഒന്ന് കാണണം. ഞാൻ ചുമ്മാ പറയുന്നതല്ല, കേസുകൾ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. ഈ നിന്റെ മൊബൈലിലൂടെ ഒന്ന് കാണണമെന്ന്. എവിടെയാ ബന്ധമെന്ന് എല്ലാവരും സൂത്രം പറയും. അങ്ങനെയല്ല, സത്യമല്ല. ഇത് വലിയ ഭയങ്കര സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറിൻ്റെ പവറാണ് ഈ കാണുന്ന ഇതെല്ലാം. ആകാശ ശക്തികളുടെ പവറാണ് ഇന്ന് കാണുന്ന മൊബൈൽ വർക്ക്. ദുഷ്ടതയാണ്. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ബ്രസ്റ്റ്, അതായത് ഇവിടെയാണല്ലോ അമ്പ് വരുന്നത്. അത് അപകടമുള്ള 2 സ്ഥലങ്ങൾക്ക് ആദ്യ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് മനസ്സിലായല്ലോ. 3-ാമത്തേത് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും മതി. നീ രക്ഷിക്കപ്പെട്ട് അതാ നിന്റെ ഡ്യൂട്ടി. നിന്റെ ഡ്യൂട്ടി ചെരുപ്പ് നടപ്പിനെ കാണിക്കുന്ന. നിനക്ക് ചെരുപ്പ് തന്നിരിക്കുന്നത് സുവിശേഷം, സമാധാന സുവിശേഷം. എന്ത് ചെയ്യണം? കേരളത്തിൽ 65 ലക്ഷം ക്രിസ്ത്യാനികളാണ്. ഏതാണ്ട് 3 ലക്ഷം പെന്തിക്കോസ്തുകാരാണ്. 3 ലക്ഷം തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ. അപ്പോൾ തോമസ് ലീയ ഇന്ത്യയിൽ വന്ന് 2000 കൊല്ലം മുമ്പ്. ഇന്ന് ക്രിസ്ത്യാനികളുടെ പെർസെൻറ്റേജ് ഇന്ത്യയിൽ 5%. 5% നമ്മളുള്ളൂ, 5 തന്നെ ഇല്ല. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ വന്ന മുസ്ലിമുകൾ ഇന്ന് 18%. നമ്മളെപ്പോലെ അലസന്മാരും നമ്മളെപ്പോലെ സുവിശേഷം അറിയിക്കാത്തവരും വേറൊരിടത്തുമില്ല. നിങ്ങളുടെ സഭ വളരുന്നുണ്ടോ? സത്യത്തിൽ ചങ്കത്ത് കൈവച്ച് പറയാവോ, കഴിഞ്ഞ പോലെ എത്ര പേര് സ്നാനപ്പെട്ടു? നിങ്ങളുടെ സഭയിൽ എത്ര പേര് വന്നു? നിങ്ങൾ എത്ര പേരെ നേടി? ഒരു ചർച്ച് ഗ്രോത്ത് ഇല്ലാതെ നിന്റെ റിസൾട്ട് അറിയണ്ടേ? ഇത് കുർബാന ചൊല്ലി മാർത്തോമ പള്ളിയിലെ യാക്കോബ പള്ളിയിലെ പോലെ പോയേച്ച് പോകാനല്ല. നീ യുദ്ധം ചെയ്യണം, ദേശം പിടിച്ചെടുക്കണം. അതിനല്ലേ നിന്നെ വെച്ചിരിക്കുന്നത്. എത്ര പേര് വന്നു? ഞാനൊരു കടലാസ് കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ 40 കൊല്ലം മുമ്പ് എഴുതി വെച്ച ഒരു കടലാസ്. ആ ദർശനം ഭയങ്കരമായി പ്രവർത്തിച്ചു. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. അപ്പോൾ പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഡ്യൂട്ടി, നിന്റെ ദൗത്യം, നിനക്ക് ദൈവം തന്നിരിക്കുന്നതായ ആ അസൈൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം അറിയിക്കുക. കർത്താവ് വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം. യെരുശലേമിലും ശമറിയയിലും, യെരുശലേമിലും യഹൂദിയയിലും ശമറിയയിലും ഭൂമിയുടെ നീ താമസിക്കുന്ന വീടാ കൊട്ടാരക്കരയാ യെരുശലേം. മനസ്സിലായോ? നിന്റെ സ്വന്തക്കാരായ യഹൂദിയ, നിന്റെ ശത്രുക്കളാണ് ശമറിയ, നിന്റെ ഭൂമിയുടെ അറ്റത്തോളം. പൗലോസ് അപ്പോസ്തലന് കൈസറുടെ അരമനയെ സംശയം പറയാൻ പറ്റി, നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ. വി ആർ ലേസി പീപ്പിൾ, വി ആർ നോട്ട്. നമുക്ക് തീഷ്ണതയില്ല. നമ്മളൊരു മതവൈരാഗ്യമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ സുവിശേഷത്തെ, ദേശത്തെ പിടിച്ചെടുക്കണമെന്ന് താല്പര്യമില്ല.
ഇതാ വന്നിരിക്കുന്നത്. സമാധാന സുവിശേഷത്തിനുള്ള കാലിൽ ഒരുക്കണം, അങ്ങനെ ഒരു തയ്യാറെടുക്കണം. ഈ ദേശത്തെ നീ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. കൊട്ടാരക്കര മുട്ടുകുത്തും. ഒരു ദിവസം കൊണ്ടല്ല, ഈ 25 സെന്റർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കൊട്ടാരക്കര ഉണ്ടാകാൻ പോകുന്ന ബഹളം വലുതായിരിക്കും. സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാലിന് ചെരുപ്പാക്കി. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസം, ഞാൻ അതിനെക്കുറിച്ച് ഓരോന്നും പറയാൻ പോലില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസം എന്ന ആ സ്പാർക്കാണ് ഈ വണ്ടി നടത്തുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കണമെങ്കിൽ യു നീഡ് ഫെയ്ത്ത്, അല്ലേ? വലിയ എഞ്ചിനെ ചലിപ്പിക്കാൻ ആണ് ബാറ്ററി വെച്ചിരിക്കുന്നത്. ആ ബാറ്ററി ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ, താക്കോൽ തിരിക്കുമ്പോൾ വലിയ മെയിൻ എഞ്ചിൻ 4 സിലിണ്ടർ അടിക്കാൻ തുടങ്ങും. ഈ സകലത്തെ ചലിപ്പിക്കുന്ന സ്പാർക്കാണ് വിശ്വാസം. ഹാവ് ഫെയ്ത്ത്. നടക്കും. ഐ ക്യാൻ, കർത്താവ് കൃപയാൽ എന്നെ സഹായിക്കും, നമ്മൾ കേട്ടതുപോലെ. അവിടെയാണ് വാഗ്ദത്തം വിളിച്ചു പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ശത്രുവിനോട് പറയേണ്ടത് അവിടെയാണ്. വിശ്വാസം എന്ന പരിയ. ഏത് കാര്യം വന്നാലും അതിനെ തടയാനുള്ള പവർ വിശ്വാസത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ പേടിപ്പിക്കാൻ ഇന്ന് രാവിലെ ഒരു വാക്യം വരും, എന്തെങ്കിലും. അപ്പം അവിടെ പരിചയെടുക്കേണ്ടത് വിശ്വാസമാണ്. പിശാചേ, നിനക്കെന്നെ അധികാരമില്ല. ബൈബിൾ തന്നിരിക്കുന്നത് അത് പ്രാക്ടീസ് ചെയ്യാനാണ്. വിശ്വാസം എന്ന പരിചയം, പിന്നെ രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവേ. 4 ഡിഫൻസ് ആണ്, മറ്റേത് ഒഫൻസ് ആണ്. വെട്ടാനാണ് വാള്. ഒരു പെന്തിക്കോസ്തുകാരൻ ഊരിയ വാളായിരിക്കണം. സിഖിയാർക്ക് ഒരു നിയമമുണ്ട്, വാൾ ഊരിപ്പോയെങ്കിൽ രക്തം കാണണം. അവരുടെ കവചത്തിലുണ്ടത് ഒരു കങ്കി. പെന്തിക്കോസ്തുകാരൻ ഊരിയ വാളായിരിക്കണം. ആ ഒരു സാധനമേ നമുക്ക് തന്നിട്ടുള്ളൂ, അടിക്കാനും കൊല്ലാനും. ഏതാ? ദൈവവചനമെന്ന വാള്. മറ്റേതൊക്കെ ഡിഫൻസാണ്, ഇത് ഒഫൻസാണ്, വെട്ടാനാണ്. യേശുവിന്റെ നാമത്തിൽ വചനം പറഞ്ഞ് വെട്ടണം. പ്രൈസ് ദി ലോർഡ്. അവൻ വീഴും. ആ വചനത്തിന് പവറുണ്ട്. എൻ്റെ വാക്ക് പറഞ്ഞാൽ തിരികെ വെറുതെ വരികയില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ട്. നിന്റെ ജീവകാലത്തൊരു ശത്രു നിന്റെ നേരെ നിൽക്കുകയെന്നുള്ള വാക്യം പറ. നീ വേറെ ഒന്നും പറയാതെ, കമ്മിറ്റിയിൽ പോകാതെ, കൗൺസിലിൽ പോകാതെ, അത് നിൽക്കുകയില്ല. നീ തുടർച്ചയായിട്ടത് പറ. ഓരോ ദിവസവും രാവിലെ പറ. ഓരോരുത്തരും എൻ്റെ നേരെ നിൽക്കുകയില്ല, യഹോവ എൻ്റെ കൂടെയുണ്ട്. ആ വചനമെന്ന വാള് അതെടുത്ത് കർത്താവായ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ വാക്യങ്ങൾ എടുക്കണം. ആ വാക്യം എൻ്റേതാണ്. ദൈവം എന്നെ സഹായിക്കും. ഞാനിപ്പോൾ സ്വോത്രകാഴ്ച പാത്രത്തിൽ നോക്കി 2000-ൻ്റെ നോട്ടുണ്ടോ? അല്ല, ഞാൻ നോക്കിയതാ. 2000-ൻ്റെ നോട്ട് കണ്ടില്ല. ചിലപ്പോൾ എല്ലാവരും ഇട്ട് കാണും. ഈ റിസർവ് ബാങ്ക് നോട്ടടിച്ചപ്പം 2000 അടിച്ചത് സ്വോത്രകാഴ്ച പാത്രത്തിൽ കൂടെ ഇടാനാണ്, അല്ലേ? 5-10 വളരെ പിച്ചാണ്. എന്താ കാര്യം? വിശ്വാസമില്ല. അമേരിക്കയിലെ ഒരു വിശ്വാസി ദൈവത്തോട് ആവശ്യപ്പെട്ടു, എനിക്ക് $50 ലക്ഷം വേണം. ഒരു കഥയല്ല, അയാൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. സുശേഷകരാ. അപ്പോൾ അടുത്ത ചോദ്യം, 50 ലക്ഷത്തിൻ്റെ ദശാംശം നീ ആദ്യം കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനൊരു പേടി. അവൻ 50 ലക്ഷത്തിൻ്റെ ദശാംശം എങ്ങനെയോ ഒപ്പിച്ചു കൊടുത്തു. 4 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വലിയ കമ്പനി മാനേജർ ഇവനെ വിളിച്ചിട്ട് 50 ലക്ഷത്തിന് ചെക്ക് കൊടുത്തെന്ന. വിശ്വാസത്താൽ 2000 രൂപയുടെ നോട്ടിട്ടാൽ നിനക്ക് 200 അല്ല കിട്ടുന്നത്, അതിന് 100 ഇരട്ടി കിട്ടും. വിശ്വാസമുണ്ടോ? ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം തരാമെന്ന് പറഞ്ഞവനെ വിശ്വാസമുണ്ടോ? വിശ്വാസം എന്ന
അത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. വിശ്വാസം അപ്പം തന്നെ വാളെടുത്തോണം. പാസ്റ്റർ പി എം ഫിലിപ്പനെ കോട്ടയത്ത് ആദ്യം ഒരു സഭയിലേക്ക് വിട്ടത് ഒരു വഴക്കുള്ള സഭയിലാണ്. അവിടെ എന്നും വഴക്കാം. ബ്രദറിനൊന്ന് പോകാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഭായോഗത്തിലാണ് ഇവർ തമ്മിൽ കുത്തുപ്രസംഗവും എല്ലാം. അവിടെ ചെന്ന് എൻ്റെ കയ്യിലിരുന്നെല്ലാം ഞാൻ അവിടെ പ്രയോഗിച്ച് വെച്ച് അവിടെ ഇരുന്നു. അപ്പം മല്ലന്മാർ ഓരോന്നോരോന്നായി വന്നു. ഇവർ അയ്യോ അത് ഉണിച്ചിനെ വന്ന എങ്ങനെയാണ്? ഞാൻ സാറ് പറഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളങ്ങനെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഒരാൾ പറഞ്ഞു വലിയ മരത്തിൻ്റെ കീഴൊന്നും ചെറിയ മരം വളരെയില്ലെന്ന് നമ്മൾ തുടങ്ങി. ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ചുരുക്കി പറയാം, ഞാൻ 2 കൊല്ലം അവിടെ ഇരുന്ന് അനങ്ങിയിട്ടില്ല ഒരെണ്ണം. ഒറ്റയെണ്ണ ഞാനല്ല, അവനെയെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കിച്ച. അതിനെ പേടിക്കുന്നത്. എടാ, എനിക്കെതിരെ വേല കൊണ്ടുപോകാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ എടുക്കണം. നീ അവിടെ ഇരിക്കാൻ പറയും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പരിചയ വിശ്വാസം എന്ന വിശ്വാസം, അത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാള്, അത് വെട്ടണം. നിനക്കെതിരെ വരുന്ന ശക്തികളെ വെട്ടുന്ന വചനം കൊണ്ടാണ്. താമ്ര ഓടാമ്പലികളെ ഞാൻ തകർക്കും. ദൈവം പറഞ്ഞെങ്കിൽ ദൈവം പ്രവർത്തിക്കും. നീ ആ വാക്കൊന്ന് പറഞ്ഞു നോക്കിക്കേ. അവിടെ അത്ഭുതങ്ങൾ നടക്കും. 2019 എൻ്റെ സഭയിൽ 50 പേര് വരുമെന്ന് നീ വിശ്വസിക്ക്. നീ പ്രാർത്ഥിക്ക്, നടക്ക്. കർത്താവിന് സ്തോത്രം. അടുത്തവിടെ ഒന്ന് വായിച്ചേ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് സീസ്ലെസ് ആണ്. എല്ലാ നേരത്തും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണോ? പൗലോസ് പറഞ്ഞത് സദാ പ്രാർത്ഥിക്കണം, എല്ലാ നേരത്തും ഇടവിടാതെ പ്രാർത്ഥിക്കണം. ശ്വാസം മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഇടവിടാതെ നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഏതാ? ശ്വാസം വലിക്കുന്ന. അതുപോലെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? നീയൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഏത് ആന വന്നാലും ഏത് ജന വന്നാലും പ്രാർത്ഥന എന്നായതുകൊണ്ടോ അവൻ തോറ്റത് തന്നെയാണ്. ദൈവം അവൻ്റെ ആലോചനയെ, അഹിത്വപ്പലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കിയ ദൈവം സകലതും മാറ്റിത്തരും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് സകല പ്രാർത്ഥനാമുറിയിലാ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. നീ പ്രാർത്ഥിക്കണം. 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വേലക്കാർ എത്ര പേരുണ്ട്? ഒറ്റയടിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു പകൽ. നമുക്ക് ഫെയ്ത്തോൻ തന്നിരിക്കുന്ന വേറെ പണിക്കൊന്നുമല്ല, ഫെയ്ത്തോൻ തന്നിരിക്കുന്ന പ്രാർത്ഥനയ്ക്കാണ്. വേറെ ഒരിടപാടിനും പോകരുത്. വസ്തു കച്ചവടത്തിനോ ഇടതല നിൽക്കാനോ അതൊന്നും നിന്നെ വിളിച്ചിട്ടില്ല. അതൊക്കെയായി കുഴപ്പം. നീ ദൈവസന്നിധിയിൽ ഇരുന്ന് ചിറങ്ങി ചെല്ല പറയുമ്പോൾ അവൻ വീഴും, കൈ കൊടുത്താൽ അവൻ വീഴും. നീ ലോകകാര്യമായിട്ട് നടന്നേച്ച് സഭാശുശ്രൂഷയ്ക്ക് നടന്നാൽ ഒന്നും നടക്കിയല്ല കേട്ടോ. പണ്ടൊരു പാസ്റ്റർ എഴുന്നേറ്റ് സങ്കീർത്തനം വായിക്കാൻ നേരത്ത് നോക്കിയ പിള്ളേരുടെ ഹിന്ദി പുസ്തകം അറിയാതെ മാറിപ്പോയി. വല്ലതും പറയണ്ടേ? പുള്ളിക്ക് ധൃതി വന്നതാ. കുറേനക്കാരനായി ശിവോ മൈലിന്ന് വന്നെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് വന്നതാ. അപ്പോൾ പറഞ്ഞു ഇന്ന് തോമാച്ചനായിരിക്കും സങ്കീർത്തനത്തിൽ നിന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പുള്ളിയുടെ പുസ്തകം ഇല്ല. മനസ്സിലായോ? ഇതുപോലെയൊക്കെ ഒരുപാട് പഴിയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ദൈവം ശരിയായിട്ട് കർത്തൃമേശയെ പറയുന്ന എന്തുവാ? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും മരിക്കുമെന്നല്ലേ? ഡെത്ത് പെനാൽറ്റി അല്ലേ കൊടുത്തിരിക്കുന്നത്? ഇതിന് കളിയാണോ? കർത്തൃമേശ കൈ നീട്ടുന്നതിന് മുമ്പ് പാപം ഏറ്റു പറയണം. ഞാൻ യാക്കോബക്കാരനായിരുന്നു. പള്ളി രാവിലെ പ്രഭാത നമസ്കാരം അച്ഛൻ നടത്തും. അത് പാപങ്ങളുടെ ഏറ്റുപറച്ചിലാണ്. മസൂറകൾ ചെല്ലും. 51-ാം മസൂറ ചൊല്ലി പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ കഴിഞ്ഞ് മധുവായിക്കകത്ത് അച്ഛൻ കയറുകയുള്ളൂ. കൈ കാണിക്കും. എല്ലാവരോടും ചോദിക്കും ഞാൻ കയറട്ടെ എന്ന്. എന്നിട്ട് കുർബാന പാത്രത്തിൽ കൈവെക്കുകയുള്ളൂ. നമ്മുടെ ഇടയിൽ ഏറ്റുപറച്ചില്ല. അതിനൊരു പൊന്നാര വാക്കുകൊണ്ട് തന്നെ ശോധന ചെയ്യണം. ആരാ ശോധന ചെയ്യാൻ പോണത്? പാപങ്ങളെ ഏറ്റുപറയണം മോനെ. അത് കർത്തൃമേശയെ വരുമ്പോഴല്ല, എന്നും പാപം ഏറ്റുപറയണം.
ഞാൻ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. തെറ്റ് ചെയ്തെങ്കിൽ പറ കർത്താവിനോട്. നിങ്ങളുടെ സകല പാപം പോക്കി കർത്താവ് അതിന് വില കൊടുത്തതാ. പാപ ഏറ്റ് പറയല. പാപ ഏറ്റ് പറയാത്തിടത്തോളം കാലം നീ ശിക്ഷ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും വണ്ടിയെ ഇരിക്കുമ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴും എല്ലാം ഉണ്ടായിരിക്കണം. നിന്നോട് ആലോചന പറഞ്ഞു തരും. നീ ഭാരമൊന്നും എടുക്കണ്ട. സഭയുടെ നിന്റെ നട്ടല്ലൊന്നും ഒടിയണ്ടെന്നേ. ഏത് പ്രശ്നങ്ങളും കർത്താവിൻ്റെ സന്നിധി സോൾവ് ചെയ്യും. നിങ്ങൾ പേടിക്കരുത്. ഞാൻ അനേക സഭകളുടെ ശുശ്രൂഷ ഞാൻ പറഞ്ഞത് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാത്ത ആള്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകുന്ന വിമാനം അരമണിക്കൂർ കഴിയുമ്പോൾ നെടുമ്പാശ്ശേരിയുടെ കോണ്ടാക്റ്റ് വിട്ടുപോകും. അപ്പോൾ അടുത്ത ദുബൈയാ. എയർ ഇന്ത്യ കമ്മിങ്, എയർ ഇന്ത്യ കമ്മിങ്, എയർ ഇന്ത്യ കമ്മിങ് എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ കട്ട് ചെയ്തെങ്കിൽ ഉടനെ ദുബായ് പിടിക്കും. ഹലോ, എയർ ഇന്ത്യ ഈസ് കമ്മിങ്, വരട്ടെ, വേറൊരു പ്ലെയിൻ വരാനുണ്ട്, ഇടത്തോട്ട് മാറുക, വലത്തോട്ട് മാറുക, താഴോട്ട് വരിക. ഇതെല്ലാം ലൈൻ കൺട്രോൾ ടവറുമായിട്ട് ഇവന് ബന്ധമുണ്ട്. പൈലറ്റല്ല വണ്ടി ഓടിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവം നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നമുക്ക് സഭയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ, നമ്മുടെ സെൻറ്ററിന് പ്രശ്നമുണ്ടെങ്കിൽ അത് പറയേണ്ട സ്ഥലമുണ്ട്. കർത്താവിൻ്റെ ബലത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇന്ത്യൻ പെന്തക്കോസ്തിൻ്റെ വേല മുന്നോട്ട് ഗമിക്കട്ടെ. നൂറുകണക്കിനായി സഭകൾ നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.